ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് എന്തായാലും നമ്മൾ ഒഫീഷ്യലായിട്ട് KTU-S1 പ്രിപ്പറേഷൻ തുടങ്ങുകയാണ്. നിങ്ങളോട് പറഞ്ഞ പോലെ തന്നെ പ്രഡിക്ഷൻ സീരീസുകൾ നിങ്ങൾ ഇതുവരെയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഡിസംബർ ഈ മാസം നിങ്ങൾക്ക് നടക്കാൻ പോകുന്ന പരീക്ഷ നിങ്ങൾ ഇവിടെ കാണുന്നത് ടൈം ടേബിളാണ്. ഇതിനനുസരിച്ചുള്ള വ്യക്തമായ സ്റ്റഡി പ്ലാൻ അടുത്ത വീഡിയോ ആയിട്ട് ഇറങ്ങും. അതോടൊപ്പം തന്നെ ഈ ഓരോ വിഷയത്തിൽ നിന്നും നമുക്ക് ചോദിക്കാൻ സാധ്യതയുള്ള, അതായത് നിങ്ങൾ ആൻസർ ഷീറ്റിൽ പ്രതീക്ഷിക്കുന്ന ക്വസ്റ്റ്യൻ പ്രഡിക്ഷൻ നമ്മൾ സീരീസ് പ്രഡിക്റ്റ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ നമുക്ക് നോക്കാം നിങ്ങൾക്ക് സിലബസ് അനുസരിച്ച്, നിങ്ങൾക്ക് ഈ ടൈം ടേബിൾ അനുസരിച്ച് എങ്ങനെ പ്രിപ്പയർ ആകാം എന്ന് തന്നെ നോക്കാം. സോ KTU ഫസ്റ്റ് സെമസ്റ്ററിന്റെ ടൈം ടേബിൾ 2024 സ്കീം അനുസരിച്ച് കൃത്യമായിട്ട് പറഞ്ഞാൽ നിങ്ങളുടെ ഫസ്റ്റ് പരീക്ഷ ഡിസംബർ 15 തീയതിയാണ്. ഈ ഡിസംബർ 15 തീയതി ഇന്ന് നിങ്ങളെ വീഡിയോ കാണുന്നതെങ്കിൽ ഒരാഴ്ചയിലധികം സമയമുണ്ട്. അതും ഫസ്റ്റ് പരീക്ഷ മാത്സ് ആണ്. മാത്സ് തന്നെ ഇപ്പോൾ ഗ്രൂപ്പിംഗ് സിസ്റ്റം ഉള്ളത് കൊണ്ട് ഇൻഫർമേഷൻ സയൻസിനുള്ള മാത്സും ഉണ്ട്, അതുപോലെ തന്നെ ഫിസിക്കൽ സയൻസ് എന്ന് പറഞ്ഞാൽ ഗ്രൂപ്പ് ഇപ്പോൾ ഇലക്ട്രിക്കലും അങ്ങനെയൊക്കെ വരുന്നതാണ്. CS-ന് ഇൻഫർമേഷൻ സയൻസിന് അതിൻ്റെതായിട്ടുള്ള മാത്സ് ആണ്. അപ്പോൾ അതിൻ്റെ കോഡ് ഡിഫറൻ്റ് ആണ്, നിങ്ങൾക്ക് തന്നെ അറിയാം. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് വരാൻ സാധ്യതയുള്ള മാക്സിമം ക്വസ്റ്റ്യൻസ് ഡിസംബർ 15 മുമ്പ് പല ലൈവ് വഴിയും ഇത്തരത്തിലുള്ള 10 മിനിറ്റ്സ് വീഡിയോസ് വഴിയും നമ്മൾ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നതാണ്. അതിനുശേഷം കൃത്യമായിട്ട് പറഞ്ഞാൽ 2 ദിവസത്തെ ഗ്യാപ്പ് നിങ്ങൾക്ക് കിട്ടുകയാണ്. അതും പരീക്ഷ നോക്കുക, എല്ലാ ദിവസവും ഫോർനൂൺ ആണ്, രാവിലെയാണ് പരീക്ഷ. അതുകൊണ്ട് നിങ്ങൾക്ക് സമാധാനമായിട്ട് പോയിരുന്ന് എഴുതുകയും ചെയ്യാം. പക്ഷേ ഈ 2 ദിവസത്തെ ഗ്യാപ്പ് മാത്രം മതിയോ ഫിസിക്സ് കെമിസ്ട്രി പഠിക്കാൻ എന്ന് ആലോചിക്കണം. അതുകൊണ്ട് ഇതിപ്പോൾ നിങ്ങൾക്ക് ചിലർക്ക് ഫിസിക്സ് ആയിരിക്കും, ചിലർക്ക് കെമിസ്ട്രി ആയിരിക്കും. ഇത് നേരത്തെ തന്നെ നിങ്ങൾ പ്രിപ്പയർ ചെയ്ത് തുടങ്ങണം. ഈ 2 സബ്ജക്ട്സ് ഇത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. മാത്സിന് നമുക്ക് എന്ത് ചെയ്യാം, ഡിസംബർ 10 മുതൽ 15 വരെ കൃത്യമായിട്ട് പറഞ്ഞാൽ 6 ദിവസത്തോളം മാത്സിന് നമുക്ക് കണ്ടിന്യൂസ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ പ്രഡിക്ഷൻ സീരീസുകൾ നമ്മൾ നടത്തുന്നതായിരിക്കും. അത് കഴിഞ്ഞിട്ട് നിങ്ങൾ ഇപ്പോൾ ഈ ഒരു ഗ്രാഫിക്സ് മെക്കാനിക്സ് പഠിച്ചു തുടങ്ങിയെങ്കിലും ഏത് ലെവലിൽ നിൽക്കുന്നെങ്കിലും ഒരു വിഷമവും വേണ്ട. കാരണം നമുക്ക് നോക്കാം, കൃത്യമായിട്ടുള്ള ഇടവേളയുണ്ട്. അതായത് ഏകദേശം ഒരു സ്റ്റഡി ലീവ്, ഒരു ലോങ് വെക്കേഷൻ തന്നെ ഉണ്ട് എന്ന് പറയാം. 11 ദിവസത്തെ ലോങ് വെക്കേഷന് ശേഷമാണ് നിങ്ങൾ ഗ്രാഫിക്സ് അല്ലെങ്കിൽ മെക്കാനിക്സ്, ഗ്രൂപ്പ് C ആണെങ്കിൽ മെക്കാനിക്സ് എഴുതാൻ വരുന്നത്. അതുകൊണ്ട് അത് പേടിക്കേണ്ട ആവശ്യമില്ല. അത് കഴിഞ്ഞ് എന്താണ്, ഡിസംബർ 31 ലാസ്റ്റ് ഡേ, ഈ 2025 ലാസ്റ്റ് ഡേ നിങ്ങൾ പോകുന്നത് ഈ ഇലക്ട്രിക്കലും അതുപോലെ ഇലക്ട്രോണിക്സും ആണ്. ഗ്രൂപ്പ് Aയും Bയും, ഗ്രൂപ്പ് C ആണ് വരുന്നതെങ്കിൽ മെക്കാനിക്കലും സിവിലും ആണ്. അപ്പോൾ ഇതിൽ ഇലക്ട്രിക്കലൊക്കെ നന്നായിട്ട് പഠിക്കാനുണ്ട്, അത് നിങ്ങൾ മനസ്സിലാക്കണം. അപ്പോൾ ഈ 2 ദിവസത്തെ ഗ്യാപ്പ് പോരാ. അപ്പോൾ ഇലക്ട്രിക്കൽ നിങ്ങൾ ഇപ്പോഴേ പഠിച്ചു തുടങ്ങണം, ഇലക്ട്രോണിക്സും ഇപ്പോഴേ പഠിച്ചു തുടങ്ങണം. ഈ 2 കാര്യത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ സിവിൽ കുറച്ചുകൂടി തിയറിയാണ്. അതുകൊണ്ട് നിങ്ങൾ വലുതായിട്ട് പേടിക്കേണ്ട ആവശ്യമില്ല. പെട്ടെന്ന് വായിച്ച് വിട്ടാൽ പോലും നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റും. പക്ഷെ മെക്കാനിക്കലിലേക്ക് വരുമ്പോൾ കുറച്ചുകൂടി നിങ്ങൾക്ക് ഫിഗേഴ്സ് ഉണ്ട്, അതുപോലെ എന്താണ് പ്രോബ്ലമാറ്റിക് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് വരും. അപ്പോൾ അതും നിങ്ങൾ എന്ത് ചെയ്യണം, ഇപ്പോഴേ പ്രിപ്പറേഷൻ തുടങ്ങണം, ഗ്രൂപ്പ് C-കാർ. പിന്നെ ഡിസംബർ 31 കഴിഞ്ഞാൽ ജനുവരി 3 തീയതി പൈത്തൺ ആണ്. പൈത്തൺ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. 4 ക്രെഡിറ്റ്സ് ഉള്ള സബ്ജക്റ്റ് ആണ്. ഇതിൽ തന്നെ മാത്സും പൈത്തണും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ഗ്രാഫിക്സും ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ക്രെഡിറ്റ് നോക്കി പഠിക്കണം, വെറുതെ പഠിച്ചിട്ട് കാര്യമില്ല. അപ്പോൾ നിങ്ങൾക്ക് കൃത്യമായിട്ട് ഈ ഒരു ടൈം ടേബിൾ മനസ്സിൽ വയ്ക്കുക. ഇതിനനുസരിച്ച് ഞാൻ പറഞ്ഞു, മാത്സിന് ഇമ്പോർട്ടൻസ് 10 മുതൽ കൊടുക്കുക, നന്നായിട്ട് പഠിക്കുക. പൈത്തൺ എന്താണ്, പൈത്തൺ ഇപ്പോഴേ പഠിച്ചു തുടങ്ങേണ്ട സബ്ജക്റ്റ് ആണ്. ഇലക്ട്രിക്കൽ ഇപ്പോഴേ പഠിച്ചു തുടങ്ങേണ്ട സബ്ജക്റ്റ് ആണ്. ഗ്രാഫിക്സും മെക്കാനിക്സും ഒരുപക്ഷെ നിങ്ങൾക്ക് പഠിച്ചു തുടങ്ങിയില്ല എങ്കിൽ വിഷമിക്കേണ്ട ആവശ്യമില്ല, കൃത്യമായിട്ടുള്ള സമയമുണ്ട്. ഇതിൽ കെമിസ്ട്രിയൊക്കെ അത്യാവശ്യം പഠിക്കാനുള്ള സബ്ജക്റ്റ് ആണ്. ഫിസിക്സ് ഓക്കെ, നമുക്ക് ഒരു തരത്തിൽ നമുക്ക് ഒപ്പിച്ചെടുക്കാൻ പറ്റുന്ന സബ്ജക്റ്റ് ആണ്. അപ്പോൾ ഇതിനനുസരിച്ചുള്ള കംപ്ലീറ്റ് സ്റ്റഡി പ്ലാൻ അടുത്ത വീഡിയോയിൽ വരുന്നുണ്ട് ഗൈസ്. അതോടൊപ്പം തന്നെ ഞങ്ങൾ പറഞ്ഞ പോലെ ക്വസ്റ്റ്യൻ പ്രിഡിക്ഷൻ സീരീസ് ഉണ്ട്. ഏത് ടൈപ്പ് വീഡിയോകൾ വേണം, എങ്ങനെ വേണം എന്നൊക്കെ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക. ഞങ്ങൾ കൃത്യമായിട്ട് നിങ്ങളുടെ മുന്നിൽ എത്തിക്കുന്നതാണ്. സോ ടൈം ടേബിളിൽ എന്തെങ്കിലും ക്ലാരിഫിക്കേഷൻ ഉണ്ട് വേണമെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി, നമ്മുടെ ടീം എന്തായാലും നിങ്ങൾക്ക് റിപ്ലൈ തരും. സോ ഇപ്പോൾ തന്നെ പ്രിപ്പറേഷന് വേണ്ടി എന്ത് ചെയ്യുക, താഴെ കാണിച്ചിരിക്കുന്ന വാട്സാപ്പ് ലിങ്ക് വഴി ആ ഒരു കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യുക. ബൈ.